ഹായ് ഫ്രണ്ട്സ്, സുബിൻ ടെക് ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാത്റൂമിൻ്റെ കാര്യങ്ങൾ, അതായത് ഫ്ലോർ ടൈലും അതിൻ്റെ നമ്മുടെ ഉള്ളിലുള്ള ടൈൽസുകളെല്ലാം എങ്ങനെയാണ് ഈ അയൺ കണ്ടക്റ്റ് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലിട്ട് പോകാം. ഇതിൽ വന്നിട്ട് ബോർവെല്ല് വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള നമ്മുടെ സൈഡ് വാൾ ടൈലും അതിൻ്റെ ഉള്ളിലുള്ള നേരത്തെ ഫ്ലോർ ടൈലും എന്താണ് അവസ്ഥ എന്നാണ് നമുക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അത് നമ്മൾ വീട് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തെ ആയിട്ടുള്ളൂ, 4 വർഷം കഴിഞ്ഞിട്ടോ. അപ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥ നമ്മൾ ഡെയിലി അത്യാവശ്യമൊക്കെ ഒരാഴ്ചക്കൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നാലും അതിൻ്റെ അവസ്ഥ എന്നാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് പുതിയതായിട്ട് വീട് വെക്കുന്നവർക്ക് നമ്മൾ പറയുന്ന വീഡിയോ വന്നിട്ട് നല്ല യൂസ്ഫുള്ളായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അയൺ കണ്ടക്റ്റ് വെള്ളം യൂസ് ചെയ്യുമ്പോൾ ടൈലിൻ്റെയും ക്ലോസറ്റിൻ്റെയും എല്ലാത്തിൻ്റെ അവസ്ഥ, അത് പൈപ്പുകളുടെ അടക്കം അവസ്ഥ പറഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. അതായത് എത്രയൊക്കെ നമ്മൾ ഇപ്പോൾ ഏതൊക്കെ ലിക്വിഡ് ഇട്ട് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്താലും അതിങ്ങനെ ക്ലാവ് പിടിച്ചുകൊണ്ടേയിരിക്കും. അത് ഇപ്പോൾ നമ്മൾ അഥവാ അയൺ കണ്ടക്റ്റ് വെള്ളമുള്ളവർ എപ്പോഴും ബെസ്റ്റായിട്ട് ഫിൽറ്റർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. നമ്മൾ ഫിൽറ്ററിൻ്റെ സംവിധാനം ചെയ്തിട്ടില്ല, ഡയറക്റ്റായിട്ട് ടാങ്കിലോട്ട് കയറിയിട്ട് ടാങ്കിൽ നിന്ന് നേരെ നമ്മൾ പൈപ്പിലേക്കൊക്കെ വരുന്നത്. പക്ഷേ എവിടെയും ഫിൽറ്റർ വെച്ചിട്ടില്ല. ഫിൽറ്റർ വെക്കുന്നതായിരിക്കും പുതിയൊരു വീട് വെക്കുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈലും പൈപ്പും എല്ലാം പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നമ്മുടെ ബാത്റൂമാണ്, അതായത് അപ്സ്റ്റെയറിലുള്ള ബാത്റൂമാണ്. താഴെയുള്ള സ്റ്റെയറിലുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബാത്റൂമായാലും തന്നെയാണ് കണ്ടീഷൻ കേട്ടോ. അതായത് ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അയൺ കണ്ടക്റ്റ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ അവിടെ വാട്ടർ അതോറിറ്റിൻ്റെ വെള്ളം കൂടി നമ്മൾ കയറ്റുന്നുണ്ട്. പക്ഷേ നമുക്കത് ഡെയിലി കയറ്റുകയാണെങ്കിൽ നമുക്കത് മുതലാവത്തില്ല, ബില്ല് ഒരുപാടാവും. അപ്പോൾ നമ്മൾ ബോറാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പൈപ്പുകൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഗ്രൗണ്ട് ഫ്ലോറിലും ഇതാണ് അവസ്ഥ, അപ്സ്റ്റെയറിലും ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ തുറന്ന് നോക്കാം. ഇതുണ്ടോ, നമുക്ക് പറഞ്ഞ വിശ്വാസമാവില്ല. ഫ്ലോറൊക്കെ എൻ്റെ അവസ്ഥ കണ്ടോ, ഫ്ലോറിൻ്റെയൊക്കെ ഇതാണ് ഫ്ലോറിൻ്റെ അവസ്ഥ എല്ലാം. നമ്മളിപ്പോൾ എത്രയൊക്കെ കഴുകിയാലും നമ്മളിപ്പോൾ ഒരു മാസം ആകുമ്പോഴേക്കും 10 ദിവസം ആകുമ്പോഴേക്കും ഇതാണ് അവസ്ഥ ഫുള്ളായിട്ട്. ഇത് വാൾ ടൈലാണ്, വാളിലുള്ള ടൈല് പുറത്തുള്ളത്. ഇതിലെല്ലാം ഉണ്ട്. അത് ഇതിങ്ങനെ തന്നെ ഇതൊക്കെ നല്ല നമ്മൾ ജാഗോറിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പണി ചെയ്യുന്ന സമയത്ത്. ഇതെല്ലാം മൊത്തം കാവ് പിടിച്ചാണ്. ഇപ്പോൾ നമ്മൾ കണ്ടോ ക്ലോസറ്റ്, നമ്മളിപ്പോൾ ബക്കറ്റിൻ്റെ അവസ്ഥ കാണാം. ഇതെല്ലാം ഇതാണ് അയൺ കണ്ടക്റ്റ് വെള്ളത്തിൻ്റെ പ്രത്യേകത. ബക്കറ്റും പാത്രങ്ങളും പൈപ്പിലൊക്കെ ക്ലാവ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഒരാഴ്ചയ്ക്ക് പൈപ്പൊക്കെ കഴുകുന്നുണ്ട് ലിക്വിഡ് ഉപയോഗിച്ചിട്ടും. പിന്നെ ഇപ്പോൾ ക്ലോസറ്റൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതാണ്. ഇതാണ് വാഷ് ബേസിൻ്റെ അവസ്ഥ പറയുമ്പോൾ വാഷ് ബേസിൻ്റെ ഉണ്ട്. അതായിട്ട് കറുപ്പ് പൈപ്പിലും എല്ലാത്തിനും ഇതേപോലെ കറ വരുന്നുണ്ട് മേലൊക്കെ. ഈ കറയാണ് പ്രശ്നം. നമ്മളിപ്പോൾ എത്ര ഇതിൻ്റെ ആയിട്ടുള്ള ലിക്വിഡ് ഇട്ട് ഉപയോഗിച്ചാലും ജാഗോറിൻ്റെ തന്നെ ലിക്വിഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ലിക്വിഡ് ഇട്ട് ഉപയോഗിച്ചാലും ഇതാണ് അവസ്ഥ ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് തൽക്കാലമൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ആസിഡൊക്കെ ഉപയോഗിച്ച് കഴുകാമെന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് പിന്നെ ആസിഡ് ഉപയോഗിച്ച് കഴുകിയ ശേഷം പിന്നെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഹാർപ്പിക്കൊക്കെ ഉപയോഗിച്ച് വരുവാണെങ്കിൽ ഇത്രയും മോശം വരില്ല. നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്തു, ഒരു മാസത്തോളം ഹാർപ്പിക്ക് ഉപയോഗിച്ചില്ല. അപ്പോഴേക്കും എന്താ ഇങ്ങനെയായി. ഇനിയിപ്പോൾ ഹാർപ്പിക്ക് ഉപയോഗിച്ചാൽ ഇത് പോലത്തില്ല, ആസിഡ് തന്നെ ഉപയോഗിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയ്ക്ക് ഹാർപ്പിക്ക് ഉപയോഗിച്ച് വരികയാണെങ്കിൽ, അത് നമ്മൾ ബാത്റൂമിൽ ടൈല് കഴുകുന്ന ഹാർപ്പിക്ക് കേട്ടോ, ചോപ്പ് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആഴ്ചയ്ക്ക് ഇത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ ഇത്രയ്ക്ക് അങ്ങോട്ട് കറ പിടിക്കത്തില്ല, സൂപ്പറായിരിക്കും. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നത്, ഒരാഴ്ചയോളം ഒരു മാസത്തോളം ഇത് ഉപയോഗിച്ചുമില്ല, കഴുകിയുമില്ല, വാഷ് ചെയ്തുമില്ല. അപ്പോഴേക്കും ഫുള്ളായി പഴയ പോലെ തന്നെ ആയി. ഒരിക്കൽ ഓൾറെഡി നമ്മൾ ആസിഡ് കഴുകിയതാണ്. ഇനിയിപ്പോൾ ഞാൻ എന്നാലും ഇതിട്ട് ഉരച്ച് നോക്കി, കുറച്ചേ പോകുന്നുള്ളൂ. അപ്പോൾ ആസിഡ് ഇട്ട് ഉരച്ച ശേഷം പിന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല വൃത്തിയായ ശേഷം പിന്നെ ഇത് തന്നെ ഇട്ട് മെയിൻറ്റെയിൻസ് ചെയ്ത് വരികയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് പണിയാണ് ഈ ഉരക്കലും കഴുകലും. ഈ അയൺ കണ്ടക്റ്റ് വെള്ളത്തിനുള്ളിൽ എപ്പോഴും ഉള്ളതാണ്. ബോറിലൊക്കെ നല്ല ബോറടിക്കുന്ന സമയത്ത് നല്ല ഉറവിൽ പെട്ടാണെങ്കിൽ നല്ല വെള്ളം കിട്ടുകയാണെങ്കിൽ സൂപ്പറായി. ഇതിപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇത് വരയ്ക്കാൻ തന്നെ ഡെയിലി ഒരാൾ കാണണം, പഴക്കമാണ്. ഞാൻ വരയ്ക്കും, നീ വരയ്ക്കുന്നുണ്ട്, ആരും ചെയ്യാറില്ല. ഇപ്പം നമ്മളിതിപ്പോൾ
തൽക്കാലം ഇപ്പോൾ ടൈൽസ് ക്ലീനിങ് ഒക്കെ ആസിഡാണ്. ഇതിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈലിൻ്റെ കളറും ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെടും. ഇതേപോലെ ചളി പിടിക്കുന്ന സമയത്ത് ഒന്ന് കഴുകിയിട്ട് പിന്നെ നമ്മൾ ഹാർപ്പിക്കന്നെ ഇട്ടിട്ട് ആഴ്ചയ്ക്ക് കഴുകണുണ്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ അയൺ കണ്ടൻറ്റ് വെള്ളങ്ങളിൽ ബാത്റൂം ടൈല് അങ്ങനെ ഫുള്ളായി പോയി കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരാഴ്ച 10 ദിവസത്തോളം യൂസ് ചെയ്യുന്നുണ്ടതേ ഉള്ളൂ, കഴുകിയില്ല. അതുകൊണ്ടാണ് ഈ പിന്നെയും പഴയ പോലെ മൊത്തം ചളി പിടിച്ചു. ചളി അങ്ങനെ വെള്ളത്തിലുള്ള ചളിയാണ് കേട്ടോ. വെള്ളത്തിലുള്ള ചളി അങ്ങനെ ടൈലിക്ക് അങ്ങനെ ക്ലാവ് പോലെ പിടിക്കും പൈപ്പിലേക്ക്. ഇനിയിപ്പോൾ അത് ചോപ്പ് ഹാർപ്പിട്ടൊന്നും പോലും. അപ്പോൾ നമുക്ക് ഇതിട്ട് കഴിയും നോക്കാം കേട്ടോ. നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതിപ്പോൾ ഇത് തുറന്ന് യൂസ് ചെയ്യണതിലെ പാട്. ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളവർ വീട്ടിൽ വലിയൊരു യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന കാര്യം പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഇടേണ്ടതാണ്. പിന്നെ മാസ്ക് ഉപയോഗിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഒരുമാതിരി തുറന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു പുക പോലെ വരും. ഈ പുക നമുക്ക് കണ്ണിലോട്ടോ മൂക്കിലൊക്കെ നമുക്ക് എന്താ പറയുക, മൂക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് വരും. ഒരു ബ്രീത്തിങ് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ പോലെ തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ പറയുക, മൂക്കൊക്കെ അടച്ചു പിടിക്കുമ്പോൾ ശ്വാസം മുട്ടുമല്ലോ. വലിയ കുഴപ്പമില്ല, കയ്യിലൊന്നും ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു പുക നമുക്കൊരു ഡേഞ്ചറാണ് കേട്ടോ. കണ്ണിലേക്കും ശ്വസിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു മാസ്കും ഒരു കണ്ണാടി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ നോക്കാം, കഴുകി ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ. മാസ്ക് ഫ്രണ്ട്സ് നമ്മളത് ഒരു ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സാണ് അതൊന്നും ഇടാം, നമുക്ക് ബുദ്ധിമുട്ട് വരും. ഗ്ലാസ് കൂട്ടുണ്ട് നമ്മൾ ഒരു മാസ്കും കൂടി ധരിക്കുന്നത്. അതിന് സേഫ്റ്റിയാണ് മെയിൻ പർപ്പസ്. അതിനുശേഷം നമ്മൾ ഇതിൽ സ്പ്രേ ചെയ്യുന്ന മോഡലില്ല. അപ്പോൾ നമുക്ക് ഇതുണ്ടോ, വേറെ ബോട്ടിൽ, ചെറിയ ബോട്ടിലുണ്ട് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന പോലെ, അതിലോട്ട് മാറ്റാം. അത് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണും പുകയൊക്കെ പോകണ്ടോ. കാണുന്നുണ്ടോ? വീഡിയോയിൽ കാണണ്ടോ? ചെറുതായിട്ട് പോകുന്നുണ്ടോ? അപ്പോൾ നമുക്കത് ഇതാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് ഇത് ഡയറക്റ്റായി ഒഴിക്കുമ്പോൾ ഒരുപാട് പോകും. നമുക്ക് കണ്ടോ, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ പോകുമ്പോൾ നമുക്ക് കാണണ്ടോ, പവറുണ്ട് കേട്ടോ. നമ്മൾ സ്പ്രേ ബോട്ടിൽ ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫ്ലോറിലൊക്കെ അടിച്ചു കൊടുക്കാം. അങ്ങനെ സ്പ്രേ ആയിട്ട് അടിച്ച് നോക്കുമ്പോൾ ഒരുപാട് ചിലവാകത്തുമില്ല, പിന്നെ ഒരുപാട് വേസ്റ്റായി പോകത്തുമില്ല കേട്ടോ. ഇത് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് പോകും. ഇപ്പോൾ നമുക്ക് ഈ ചുറ്റുള്ള നമ്മുടെ വാൾ ടൈലിലൊക്കെ കറക്റ്റായി അടിക്കാനും ബാത്റൂം വാളിലൊക്കെ അടിക്കാനും ഒക്കെ ആയിരിക്കും. ഫ്രണ്ട്സ് കണ്ടോ, ഇതുപോലെ പുക വരുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, മാസ്കും കണ്ണടയൊക്കെ ഉപയോഗിക്കണമെന്നുണ്ട്. നല്ല പുകയുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ചുമ വരുന്നുണ്ട് കേട്ടോ. അപ്പം പറ്റത്തില്ല, അതിൻ്റെ നല്ല ചുമയായിരിക്കും. ഫ്രണ്ട്സ് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്ലോറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഫ്ലോറിലും സൈഡിലൊക്കെ. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടോ ഒരുമാതിരി പത പോലെ വരുന്നുണ്ടാവും. അതിൻ്റെ ചളി പോകാൻ കേട്ടോ. ഞാൻ വന്നിട്ട് ഇതിൻ്റെ പുകയൊന്ന് മാറട്ടെ, എന്നിട്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലോർ വരയ്ക്കുന്ന ബ്രഷ് കൊണ്ട് വരച്ച് കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിട്ട് ക്ലിയർ ആകത്തുള്ളൂ. ഫ്രണ്ട്സ് നമ്മൾ നന്നായിട്ട് ബ്രഷ് കൊണ്ട് നമ്മൾ അരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏകദേശം നമ്മൾ ഒഴിച്ച സമയത്താണ് അതിൻ്റെ പുക വരാറുള്ളത്. അത് പുകയൊക്കെ ഒരു 10 മിനിറ്റ് മാറി നിന്നാൽ ഈ പുക പോകും. അതിന് ശേഷം നിങ്ങൾ അതുവരെ ഒരു ഫ്ലോർ വരയ്ക്കുന്ന ബ്രഷ് കൊണ്ട് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അത്യാവശ്യമൊക്കെ ക്ലീൻ ആവും. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ആദ്യം
മാസ്ക് ആയിരുന്നു. അപ്പോൾ തോർത്തുകൊണ്ട് കെട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ കാരണം അതായത് ഒരു മാസ്ക് പോരാ കേട്ടോ, 2 മാസ്ക് വേണം. ഇതിൽ 2 മാസ്ക് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ തോർത്തും കൂടെ സേഫ്റ്റിക്ക് ഒന്നുകൂടെ കെട്ടിയത്. വരയ്ക്കുന്നവരായാലും ക്ലീൻ ചെയ്യുന്നവരായാലും ആശ ഉപയോഗിക്കുന്നവർ തോർത്തും ഒരു 2 മാസ്ക് കൂടെ ഉപയോഗിക്കണം പരമാവധി. എന്നുവെച്ചാൽ അതിൻ്റെ പുക വരും. നമ്മളൊരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരയ്ക്കാൻ തന്നത്. എന്നിട്ട് അതിൻ്റെ ചെറിയൊരു പുകയുണ്ട്, ഒഴിക്കുമ്പോൾ തന്നെ വരും കേട്ടോ. അപ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഉരച്ചിട്ടുണ്ട്. നമ്മളൊരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതന്നെ പോരാണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും ക്ലീനായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കാണിച്ചു കേട്ടോ. അതായത് നമ്മൾ അത് കഴുകാത്ത മുമ്പുള്ള ക്ലീനിങ് ആയിട്ടുള്ള അതും വീഡിയോയും ഇപ്പോൾ ആസിഡിട്ട് കഴുകിയ ശേഷമുള്ള വീഡിയോയും നല്ല മാറ്റം ഉണ്ടാവും. ടൈൽസിൽ ഇത് ക്ലീൻ ആയിട്ടുള്ള വീഡിയോ ഉണ്ടോ? അങ്ങനെ ആദ്യം ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. ചിലവിടെയൊക്കെ ഉണ്ടാകും, കുറച്ചുണ്ടാകും. അതൊന്നും കൂടി നമ്മൾ ഒരു ബോട്ടിൽ കൂടെ വാങ്ങിയിട്ട് ക്ലീൻ ചെയ്യാനുള്ളൂ കേട്ടോ. അത്യാവശ്യം എല്ലാവരും വൃത്തിയായിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഭാഗത്ത് ഇത്തിരി പോയിട്ടില്ല കേട്ടോ. അത് നമ്മൾ ആസിഡ് ഒഴിച്ച സമയത്ത് ഈ ഭാഗത്ത് കുറച്ച് പറ്റിട്ടില്ല, അതുകൊണ്ടാണ് തോന്നുന്നത്. ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ഒഴിച്ചതെല്ലാം ഈ ഭാഗത്ത് നല്ല കറ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അതായത് ഇതേപോലെ കറയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ ആയിട്ടുള്ളൊരു അനുഭവം ഉണ്ടോ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള ടെക് പരമായിട്ടും ക്ലീനിങ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.